നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൈതനാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്നുള്ളത് നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. അപ്പോൾ ക്യാരക്ടർ സെറ്റ് നമ്മൾ നോക്കി. അപ്പോൾ സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് വി കോൾ ഇറ്റ് ആസ് ക്യാരക്ടർ സെറ്റ്. ടോക്കൺ smallest individual unit of a program, and we classify tokens into five keyword, identifiers and literals. ഇതിൽ കീവേഡ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ്? റിസർവ്ഡ് വേർഡ്സ് അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് വേർഡ്സ് വി കോൾ ഇറ്റ് ആസ് കീവേഡ്സ്. ഐഡൻറ്റിഫൈ ദ നെയിം വി ആർ ഗിവിങ് ടു എ വേരിയബിൾ. ഫങ്ഷൻസിനൊക്കെ നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈസ് എന്ന് പറയുന്നത്. ലിറ്ററൽസ് മീൻസ് കോൺസ്റ്റൻറ്റ് വാല്യൂസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ക്യാരക്ടർ സെറ്റ്, ടോക്കൺ 5 ക്ലാസിഫൈ ചെയ്യും, കീവേഡ്, ഐഡൻറ്റിഫൈസ്, ലിറ്ററൽസ്. അപ്പോൾ കീവേഡ്സിൻ്റെ ബാക്കി പോർഷൻ ഓപ്പറേറ്റേഴ്സ് തൊട്ടിട്ട് ഓപ്പറേറ്റേഴ്സ് പഞ്ച്വേറ്റേഴ്സിനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് നോക്കാം. ഓപ്പറേറ്റേഴ്സ്. Operators can be defined as symbols that are used to perform an operations on operand. That means operators എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൽ നമ്മൾ പറയുകയാണെങ്കിൽ സിമ്പിൾസ് എന്ന് വി ക്യാൻ കോൾ ഇറ്റ് ആസ് സിമ്പിൾസ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയാം. A plus B. ഓക്കെ, ദ പ്ലസ് ഈസ് ദ ഓപ്പറേറ്റർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷനിൽ പ്ലസ് ആണ് അവിടുത്തെ ഓപ്പറേറ്റർ. ഇനി അവിടുത്തെ ഓപ്പറൻ്റ് എന്ന് പറയുന്നത് എയും ബിയും. അതിൽ ഓപ്പറേഷനിൽ പെർഫോം ചെയ്യുന്ന 2 വേരിയബിൾസിനെ വി കോൾ ഇറ്റ് ആസ് ഓപ്പറൻറ്റ്. അപ്പോൾ ഓപ്പറേറ്റർ, ഓപ്പറേഷൻ, ഓപ്പറൻറ്റ്, ഈ 3 ടേംസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എ മൈനസ് ബി, ഓപ്പറേറ്റർ ഈസ് മൈനസ്, എ ആൻഡ് ബി ആർ ദ ഓപ്പറൻറ്റ്. എക്സ് ഇൻറ്റു വൈ, ഇൻറ്റു ഈസ് ദ ഓപ്പറേറ്റർ, എക്സ് ആൻഡ് വൈ ആർ ദ 2 ഓപ്പറൻറ്റ്സ്. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. 7 different types of operators are available in Python language. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ലൈക്ക് അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ. ഇതുപോലെയുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഇതിന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വൺ ആണ് അഡിഷൻ. ഈ എക്സാമ്പിളിൽ നമുക്ക് കാണാം. അഡിഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, മോഡുലസ് ഓപ്പറേറ്റർ ആൻഡ് ഫ്ലോട്ട് ഡിവിഷൻ, എക്സ്പൊണൻറ്റ്. ഇതിലെ മോഡുലസ് ഓപ്പറേറ്ററാണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. പെർസെൻറ്റേജ് എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിന്. എന്താണ് മോഡുലസ് ഓപ്പറേറ്റർ? മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ആണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 5 മോഡ് 2. വാട്ട് ഈസ് ദ ആൻസർ? 1. എങ്ങനെ കിട്ടി? 5നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര റിമൈൻഡർ ആണോ കിട്ടുന്നത്, ആ റിമൈൻഡറിനെ വി കോൾ ഇറ്റ് ആസ് മോഡുലസ് ഓപ്പറേറ്ററിൻ്റെ കോഷ്യൻ്റ്. ഈ 1 ആണ് അവിടുത്തെ ആൻസർ. ഓക്കെ, സോ വാട്ട് ഈസ് ദ മോഡുലസ് ഓപ്പറേറ്റർ? അതായത് 3 മോഡ് 3. വാട്ട് ഈസ് ദ മോഡുലസ് ഓപ്പറേറ്ററിൻ്റെ ആൻസർ എന്താണ്? 0. ദാറ്റ് മീൻസ് 3 divided by 3, the remainder is 0. What is the modulus operator of 5 mod 4? The answer is 1. That means 5 divided by 4, the remainder is 1. I hope you understood. Arithmetic operators എന്ന് പറഞ്ഞാൽ to perform arithmetic operations like addition, multiplication, division and modulus operator. അപ്പോൾ ഫസ്റ്റ് ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചു, അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. സെക്കൻഡ് വൺ റിലേഷണൽ ഓപ്പറേറ്റർ. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ടു കമ്പയർ ദ വാല്യൂസ്. 2 വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് റിലേഷണൽ ഓപ്പറേറ്റർ. ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, greater than or equal to, less than or equal to. These are the operators we have to compare. നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്.
കമ്പാരിസൺ ഓപ്പറേറ്റർ ഇസ് അനദർ നെയിം ഫോർ റിലേഷണൽ ഓപ്പറേറ്റർ. നമ്മൾ രണ്ട് ഓപ്പറേറ്റർ നോക്കി, അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ. തേർഡ് വൺ, ആർഗ്യുമെൻറ്റഡ് assignment operator. That means used to assign a value. A equal to B. That means we are assigning a value B to A. അതായത് ഞാനിപ്പോൾ A ഈക്വൽ ടു 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, 5 എന്ന് പറയുന്ന വാല്യൂ എയിലോട്ട് അസൈൻ ചെയ്യുവാണ്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റേഴ്സിൻ്റെ അകത്ത് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ഹാൻഡിലെ വാല്യൂ ലെഫ്റ്റ് ഹാൻഡിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. പ്ലസ് ഈക്വൽ ടു എ പ്ലസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. അതായത് എ ഈക്വൽ ടു എ പ്ലസ് ബി, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ ഡിവൈഡഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി. നമ്മളിത് C++-ലൊക്കെ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റർ എന്നും പറയും. സോ ഇതെല്ലാം അങ്ങനെയാണ്. എ ഇൻറ്റു ബി, എ ഇൻറ്റു ബി മീൻസ് എ ഈക്വൽ ടു എ ഇൻറ്റു ബി, എ ഈക്വൽ ടു എ മൈനസ് ബി. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പോൾ നമ്മൾ 3 ഓപ്പറേറ്ററാണ് നോക്കിയത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ആർഗ്യുമെൻറ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. നമുക്ക് ടോട്ടൽ 7 ഓപ്പറേറ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേഷൻ ഓഫ് 2 വേരിയബിൾസ് ഓർ വാല്യൂസ്. ലോജിക്ക് പരമായിട്ട് കണ്ടീഷൻ ബേസ്ഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് മീൻസ് ഇഫ് ബോത്ത് ദ കണ്ടീഷൻസ് ആർ ട്രൂ ദ ഔട്ട്പുട്ട് വിൽ ബി ട്രൂ. Or means if any one of the condition is true, the output will be true. Not എന്ന് പറഞ്ഞാൽ റിവേഴ്സ് പ്രോസസ്. ഇതാണ് 3 ലോജിക്കൽ ഓപ്പറേറ്റർ. ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആൻഡ് എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് എന്ത് വരുള്ളൂ, ട്രൂ. ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് വരും. നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 കൊടുത്ത ഔട്ട്പുട്ട് വിൽ ബി 0, ജസ്റ്റ് റിവേഴ്സ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. എ ഈക്വൽ ടു 30, ബി ഈക്വൽ ടു 20. ഇഫ് എ ഈക്വൽ ടു 30 ആൻഡ് ബി ഈക്വൽ ടു 20, പ്രിൻറ്റ് ഹലോ. ദാറ്റ് മീൻസ് എയുടെ വാല്യൂ 30ഉം ബിയുടെ വാല്യൂ 20ഉം ആണെങ്കിൽ മാത്രം എന്ത് പ്രിൻറ്റ് ചെയ്യണം, ഹലോ. അപ്പോൾ ഇവിടെ എന്ത് പ്രിൻറ്റ് ചെയ്യുന്നു, ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യുക. കാരണം നമ്മളിവിടെ എയുടെ വാല്യൂ 30 ആണ് കൊടുത്തത്. അപ്പോൾ 30 ഈക്വൽ ടു 30 ആണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ 40 ആണ് കൊടുത്തതെങ്കിൽ ഇവിടെ ഹലോ പ്രിൻറ്റ് ചെയ്യൂല. അതാണ് ഇവിടെ ആൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മീൻസ് ഇഫ് ബോത്ത് ദ കണ്ടീഷൻസ് ആർ ട്രൂ ദെൻ വൺലി ദ ഔട്ട്പുട്ട് വിൽ ബി ട്രൂ. അടുത്ത് 6-മത്തത് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വാലിഡേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ സീക്വൻസിൻ്റെ അകത്ത് ഒരു വാല്യൂ ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഓപ്പറേറ്ററാണ് ഇന്നും നോട്ട് ഇന്നും. പേര് കേൾക്കുമ്പോഴേ അറിയാം, ഇന്നെന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ സീക്വൻസിൽ ഉണ്ടോ. എ ഇൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വാല്യൂ ആ ലിസ്റ്റിൻ്റെ അകത്ത് ഉണ്ടോ. എ നോട്ട് ഇൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന വാല്യൂ അതിൻ്റെ അകത്ത് ഇല്ലേ എന്നുള്ള മീനിങ്ങിലാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, സോ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് മീൻസ് ഇൻ ആൻഡ് നോട്ട് ഇൻ ആണ്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഈക്വൽ ടു 23, ലിസ്റ്റ് 22, 99, 27, 31. അപ്പോൾ ലിസ്റ്റിൻ്റെ അകത്ത് 4 വാല്യൂസ് ഉണ്ട്. ഏതൊക്കെയാണ്? 22, 99, 27, 31. നമ്മൾ ഇൻ ആൻഡ് സീക്വൽ ടു എ ഇൻ ലിസ്റ്റ്, എ അതിൻ്റെ അകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. എയുടെ വാല്യൂ 22, സോ ഉണ്ട്. അപ്പോൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ അത് ട്രൂ വരും. നോട്ട് ഇൻ ആണെങ്കിൽ ഫോൾസ് വരും. ദാറ്റ് മീൻസ് ഇഫ് ദ പർട്ടിക്കുലർ വാല്യൂ ഈസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ലിസ്റ്റ്, ആ വാല്യൂ ആ ലിസ്റ്റിലുണ്ടെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബി ഇൻ ദ ഫോം ഓഫ് ട്രൂ ഓർ ഫോൾസ്. ഉണ്ടെങ്കിൽ ട്രൂ പ്രിൻറ്റ് ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ ഫോൾസ് പ്രിൻറ്റ് ചെയ്യും. സോ നമ്മൾ 6 ഓപ്പറേറ്റേഴ്സ് നോക്കി. നമ്മുടെ ലാസ്റ്റ് ഓപ്പറേറ്ററാണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ കമ്പയർ മെമ്മറി ലൊക്കേഷൻ ഓഫ് 2 ഒബ്ജക്ട്സ്. 2 ഒബ്ജക്ട്സിൻ്റെ മെമ്മറി ലൊക്കേഷനാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഈസ് നോട്ട്. ഈസ് മീൻസ് എ ഈസ് ബി, വെദർ ചെക്കിങ് എ ബി ആണോ എന്ന്, സെയിം ആണോ എന്ന്, സെയിം ഐഡൻറ്റിറ്റി ആണോ എന്ന്.
ആണെങ്കിൽ ട്രൂ. ഇവിടെയും സെയിം ഐഡൻറ്റിറ്റി ആണെങ്കിൽ ആ ട്രൂ ഓർ ഫോൾസ് തന്നെയായിരിക്കും. നമ്മൾ എന്താണോ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് അതാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്. ഈസ് നോട്ട് മീൻസ് എ ഈസ് നോട്ട് ബി ആണോ, അതാണോ അതല്ലേ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് ഓപ്പറേറ്റർ പ്രസിഡൻസ് മീൻസ് നമ്മൾ അതിൻ്റെ ഒരു പ്രയോറിറ്റി ഉണ്ട്. ബ്രാക്കറ്റ്, എക്സ്പോണൻറ്റ് ഫോം, ലൈക്ക് ദാറ്റ് സം ഓപ്പറേറ്റേഴ്സ് ഹാവ് സം പ്രയോറിറ്റി. ആ പ്രയോറിറ്റിയെ കുറിച്ചാണ് ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അടുത്ത് ലാസ്റ്റ് ഓപ്പറേറ്റർ ആണ് പഞ്ച്വേറ്റേഴ്സ്. പഞ്ച്വേറ്റേഴ്സ് മീൻസ് ഓൾ ദീസ് സിമ്പിൾസ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് പഞ്ച്വേറ്റേഴ്സ്. Grammatical and structure of a program. Okay, so these are the symbols അല്ലെങ്കിൽ punctuators we can say. അപ്പോൾ ഇതാണ് 5 tokens. So token means the smallest individual unit of a program. Tokens are classified into 5 keywords, identifiers, literates, operators and punctuators. നമ്മൾ എന്നിട്ട് ഇത് പൈതൻ്റെ അകത്ത് പ്രോഗ്രാമിൻ്റെ അകത്ത് കുറച്ച് ടെക്നിക്കൽ ടേംസ് ഒക്കെ നോക്കുകയാണ്. ഓക്കെ, പൈതൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് എക്സ്പ്രഷൻ, സ്റ്റേറ്റ്മെൻറ്റ്സ്, കമാൻഡ്സ്, ഫങ്ഷൻസ്, ബ്ലോക്ക് ആൻഡ് ഇൻറ്റൻഷൻ എന്നൊക്കെ പറയുന്ന പോർഷൻസാണ്. ഇതിൽ നമുക്ക് 3 ടേംസ് ഒന്ന് മനസ്സിലാക്കാം. എന്താണ് എക്സ്പ്രഷൻ? എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വി ആർ ഗെറ്റിംഗ് എ റിസൾട്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തിട്ട് നമുക്കതിനൊരു ഔട്ട്പുട്ട് കിട്ടുമല്ലോ, ആ ഔട്ട്പുട്ടിനെയാണ് വി കോൾ ഇറ്റ് ആസ് എക്സ്പ്രഷൻ. അത് വാലിഡേറ്റ് ചെയ്ത് ഒരു പ്രൊഡ്യൂസ് ചെയ്ത് ഒരു റിസൾട്ട് വരും. ആ റിസൾട്ടിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എക്സ്പ്രഷൻ. ഇനി എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഓരോ സെൻറ്റൻസിനെയും ഓരോ ഇൻസ്ട്രക്ഷൻസിനെയും വി ക്യാൻ കോൾ ഇറ്റ് ആസ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളൊരു പാരഗ്രാഫ് എഴുതുമ്പോൾ ഓരോ സെൻറ്റൻസ് പറയും. അതേപോലെ ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് ഓരോ ഇൻസ്ട്രക്ഷനും നമ്മൾ കൊടുക്കുന്നതിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി എന്താണ് കമാൻഡ്സ്? കമാൻഡ്സ് മീൻസ് നമുക്ക് പ്രോഗ്രാമേഴ്സിന്, അതായത് പൈതൺ പ്രോഗ്രാമിംഗ് അല്ലാതെ വേറൊരാൾക്ക് കയറുമ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡൻറ്റിഫൈ. നമ്മൾ ഫസ്റ്റായിട്ട് ഒരു സൈറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോഴോ കുറേ ഇൻസ്ട്രക്ഷൻസ് എൻ്റെ അകത്ത് കാണും. അതുപോലെ നമ്മൾ ഈ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് കുറച്ച് കമാൻഡ്സ് മീൻസ് 2 types ഓഫ് കമാൻഡ്സ് ഉണ്ട്. സിംഗിൾ ലൈൻ കമാൻഡും മൾട്ടി ലൈൻ കമാൻഡും. കമാൻഡ്സ് ബിഗിൻ വിത്ത് ഹാഷ് സൈൻ. മൾട്ടി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം. മൾട്ടി ലൈനും നമ്മൾ ഇതുപോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു സിമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ദിസ് ഈസ് മൈ ഫസ്റ്റ് പൈതൺ മൾട്ടി ലൈൻ കമാൻഡ്. എൻഡ് ചെയ്യുന്നത് ഈ സിമ്പിൾ വെച്ച്. സിംഗിൾ കമാൻഡ് ആണെങ്കിൽ ഹാഷ് വെച്ചിട്ട് നമ്മൾ ഒരു ലൈനിൽ നമ്മൾ കമാൻഡ് എഴുതുന്നു. സോ ദീസ് ആർ ദ കോമൺ തിങ്സ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. എന്താണ് എക്സ്പ്രഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കമാൻഡ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രോഗ്രാമിൻ്റെ അകത്ത് വേരിയബിൾ എന്താണ്? വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പേര് കൊടുക്കുന്നു, അല്ലെങ്കിൽ നെയിം ഗീവൻ ടു എ മെമ്മറി ലൊക്കേഷൻ. ഒരു മെമ്മറി ലൊക്കേഷന് നമ്മളൊരു പേര് കൊടുക്കുന്നതിന് വി ക്യാൻ കോൾ ഇറ്റ് ആസ് വേരിയബിൾ. വേരിയബിൾ ക്യാൻ കൺസിഡർ ആസ് എ കണ്ടെയ്നർ വിച്ച് ഹോൾഡ് വാല്യൂ. ദാറ്റ് മീൻസ് A equal to 5. Simple ആയിട്ടൊരു എക്സാമ്പിൾ പറയണം. A equal to 5. That means we are assigning a value 5 to the variable A. Okay. So automatically the variable A should have a location. അതാണ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് ടൈപ്പാണ്? ഒരു ഇൻറ്റീജർ ടൈപ്പാണ്. നമുക്കിതിന് മൾട്ടിപ്പിൾ വാല്യൂസ് കൊടുക്കാം. കാരണം A equal to B equal to 5. That means both the variables A and B value will be 5. അപ്പോൾ എക്ക് ഒരു ലൊക്കേഷൻ കാണും, ബിക്ക് ഒരു ലൊക്കേഷൻ കാണും, അതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ 5. C ഈക്വൽ ടു A പ്ലസ് ബി. ദാറ്റ് മീൻസ് ഇപ്പോൾ സിക്ക് വേറൊരു ലൊക്കേഷനാണ്. A പ്ലസ് ബി മീൻസ് 10. So the value of C is 10 and it is stored in the space C. അപ്പോൾ എക്ക് 5 കൊടുത്തു, ബിക്ക് 5 കൊടുത്തിട്ട് സി എന്ന് പറയുന്ന വേറെ ലൊക്കേഷനാണ്. ഇതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അതിനൊരു മെമ്മറി ലൊക്കേഷനും കാണും. അത് കഴിഞ്ഞിട്ട് എൽ വാല്യൂ ആൻഡ് ആർ വാല്യൂ. വേറെ ഒന്നുമില്ല എൽ വാല്യൂ ആർ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ, എമൗണ്ട് ഈക്വൽ ടു 390. ഇതിൽ എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എൽ വാല്യൂ.
ആൻഡ് ഇതിൻ്റെ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ആർ വാല്യൂ. ഓക്കെ, ഇവിടെ വാല്യൂ ആണ് നമ്മൾ ആർ വാല്യൂ എന്ന് പറയുന്നത്. അതേസമയം അത് സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിനെ വി കോൾ ഇറ്റ് ആസ് എൽ വാല്യൂ. ഇതാണ് വേരിയബിൾസിൻ്റെ ആർ വാല്യൂയും എൽ വാല്യൂയും. ഇനി ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു റോ ഇൻപുട്ടും ഇൻപുട്ട് ഫംഗ്ഷനും ഒക്കെ. സോ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിൻറ്റ് ഔട്ട്പുട്ട് ഓൺ ദ സ്ക്രീൻ വി യൂസ് ദ ഫംഗ്ഷൻ പ്രിൻറ്റ്. ഓക്കെ, പ്രിൻ്റ് ആണ് ചെയ്യുന്നത്. പ്രിൻറ്റിൻ്റെ അകത്ത് എക്സ്പ്രഷനോ വേരിയബിളോ നമ്മൾ കൊടുക്കുന്നു. പ്രിൻറ്റ് 122 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി 122. ഇതിപ്പോൾ എക്സ്പ്രഷനായിട്ട് ഹലോ ഇന്ത്യ എന്ന് കൊടുത്താൽ ഔട്ട്പുട്ട് വിൽ ബി ഹലോ ഇന്ത്യ. നമ്മൾ ഏത് രീതിയിലാണോ പ്രിൻറ്റ് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഔട്ട്പുട്ടുകൾ അതുപോലെ വരും. ഇവിടെ പ്രിൻറ്റ് കമ്പ്യൂട്ടർ സയൻസ്, ദാറ്റ് മീൻസ് കമ്പ്യൂട്ടർ സയൻസ്. ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് ഇവിടെ ആൻഡ് കൂടെ കൊടുത്തു, കമ്പ്യൂട്ടർ ആൻഡ് സയൻസ്. ഇനി നമ്മൾ ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പും കൂടെ കൊടുത്തു, കമ്പ്യൂട്ടർ ആൻഡ് സയൻസ് ഫുൾ സ്റ്റോപ്പ്. സോ ഡിഫറെൻറ്റ് ബേസിൽ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് പ്രിൻറ്റിൻ്റെ അകത്ത് കൊടുക്കുന്ന പോലെ ഔട്ട്പുട്ട് വിൽ ബി ഡിസ്പ്ലേ. ഇനി എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നേരത്തെ പറയാനുള്ളതായിരുന്നു ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടു തമ്മിലുള്ള ഡിഫറൻസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈക്വൽ ടു ആൻഡ് ഡബിൾ ഈക്വൽ ടു? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഓപ്പറേറ്റേഴ്സിൻ്റെ അകത്ത് വരുന്നതാണ്. A equal to 5 and A double equal to 5. What is the difference between A equal to 5 and A double equal to 5? A equal to 5 means we are assigning a value 5 to the variable A. നമുക്ക് വേണമെങ്കിൽ ആദ്യമേ ഒരു ഡിഫറൻസ് പറയാം. Equal to is a relational operator and double equal is an augmented assignment operator. ആണോ? അല്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അതായത് ഈക്വൽ ടു എന്ന് പറയുന്നത് ഓഗ്യുമെൻ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്ന റിലേഷണൽ ഓപ്പറേറ്ററുമാണ്. അപ്പോൾ അത് തന്നെയായിരിക്കും അതിൻ്റെ ആദ്യത്തെ ഡിഫറൻസ്. ഈക്വൽ ടു എന്ന് പറയുന്നത് ഓഗ്യുമെൻ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്നത് റിലേഷണൽ ഓപ്പറേറ്ററാണ്. അപ്പോൾ റിലേഷണൽ ഓപ്പറേറ്റർ നമ്മൾ പറഞ്ഞു റിലേഷൻ, അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള എന്താണ് റിലേഷൻ നോക്കാൻ. അപ്പോൾ എ ഡബിൾ ഈക്വൽ ടു 5 മീൻസ് വി ആർ ചെക്കിംഗ് വെദർ ദ വാല്യൂ ഓഫ് എ ഈസ് 5. എയുടെ വാല്യൂ 5 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. എ ഈക്വൽ ടു 5 മീൻസ് വി ആർ ഗീവിങ് എ വാല്യൂ ടു എ. എക്ക് 5 എന്ന് പറയുന്നൊരു വാല്യൂ കൊടുക്കുകയാണ്. സോ ദീസ് ആർ ദ ടു ഡിഫറൻസ്. A equal to 5 and A double equal to 5. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.